ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന പോം എന്ന് പറയുന്നത് ഡി വിനയചന്ദ്രൻ്റെ അഡ്വെൻറ്റ് എന്നുള്ള പോമാണ്. സോ ഈ അഡ്വെൻറ്റ് എന്നുള്ള പോം മലയാളത്തിലോട്ട് ഒരു മലയാളം പോയത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് അഡ്വെൻറ്റ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വരവെന്നാണ് ആ പോയത്തിൻ്റെ പേര്. അപ്പോൾ ഡി വിനയചന്ദ്രൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു മലയാളം പോയറ്റാണ്. അദ്ദേഹത്തിനെ നമുക്കൊരു അൺഓർത്തഡോക്സ് പോയറ്റാണെന്ന് പറയാം. അതായത് പഴയ രീതിയിലുള്ള എഴുത്ത് അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ആ ഒരു തീംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള തീംസ് അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളേ അല്ല നമ്മുടെ ഡി വിനയചന്ദ്രൻ. എല്ലാ കാര്യങ്ങളും ഒരു പുതുമ കൊണ്ടുവരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നമ്മളൊരു മലയാളം ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഇദ്ദേഹം ഒരു മൂവ്മെന്റിന്റെ പാർട്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വേർഡ്സ്വർത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പറയാം റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ഭാഗമാണെന്ന് പറയാം ആ പോയിട്ടൊക്കെ. അതുപോലെ ഷേക്സ്പിയർ ഇന്ന ഏജിലൊരു ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ കീറ്റ്സ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഏജിലുള്ള ആളാണ്. അതുപോലെ തന്നെ ഓരോ റൈറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ റൈറ്റേഴ്സിന് നമുക്ക് ഓരോ ഏജിന്റെ ഫീച്ചേഴ്സ് അവരുടെ ആ റൈറ്റിങ്ങിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ അബൌട്ട് വിനയചന്ദ്രനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോംസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രത്യേക ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നത്തില്ല. അദ്ദേഹത്തിന്റെ പോംസ് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു റൂൾസും ഇദ്ദേഹം ഫോളോ ചെയ്യത്തുമില്ല. സോ ഇയാളുടെ പോംസ് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ പോംസ് എന്ന് പറഞ്ഞാൽ വളരെ മോഡേണിസ്റ്റ് ആയിട്ടുള്ള മോഡേൺ പോംസ് ആണ്. യാതൊരു വിധത്തിലുള്ള കൺവെൻഷണൽ ഇമേജസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇമേജസോ സിസ്റ്റമോ ഫ്രെയിം വർക്കോ തീംസോ ഒന്നും ഇദ്ദേഹം എടുക്കത്തില്ല. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അദ്ദേഹം എഴുതുന്നത്. എസ്പെഷ്യലി ഫോക്ക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ നാടോടി എന്താ പറയാ കഥകൾ, ഫോക്ക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ നാടൻ കഥകളൊക്കെ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം എഴുതുന്നത്. എപ്പോഴും അദ്ദേഹം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പോംസിലൂടെ. പിന്നെ സബോൾട്ടേൺ വോയിസസ്, അതായത് എപ്പോഴും മാർജിനലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന അധികം ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇല്ലേ, അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ പോംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും റൈറ്റ്സിന് വേണ്ടി, അതായത് ഏത് ക്രീച്ചർ ആണെങ്കിലും, ആനിമൽ ആണെങ്കിലും ബേർഡ് ആണെങ്കിലും എല്ലാവരുടെയും റൈറ്റ്സിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു കവിയാണ് ആരെന്ന് പറയുന്നത് ഡി വിനയചന്ദ്രൻ. അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രേമകഥ, ദിശാസൂചി, വീട്ടിലേക്കുള്ള വഴി, സമസ്ത കേരളം PO, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആന്തോളജീസ്. ഈ സമസ്ത കേരളം POയിലുള്ള ഒരു പോവമാണ്, ആ ഒരു കളക്ഷനിലുള്ള പോവമാണ് നമുക്ക് പഠിക്കാനുള്ള ആഡ്വെന്റ് അല്ലെങ്കിൽ വരവ്. ഓക്കെ. പിന്നെ ഒരുപാട് പോംസ് ഒക്കെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ ഫോക്ക് ടെയിൽസ്, നാടോടി കഥകളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പോയത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആഡ്വെന്റ് എന്നുള്ള പോം അത് AJ തോമസ് ആണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്. അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പോമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇമേജസ് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഇമേജസിന്റെ യൂസ് എന്താണ്? ഓരോ ഇമേജും ഓരോ സ്റ്റോറീസ് പറയും. ഓരോ ഇമേജസ് വഴി പോയിട്ട് എന്ത് ചെയ്യും? അയാൾക്ക് പറയാനുള്ള കഥകൾ, അയാൾക്ക് പറയാനുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ഇമേജസിലൂടെ. അപ്പോൾ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുള്ള പോമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം നമ്മുടെ അടുത്ത്. പിന്നെ കോംപ്ലക്സ് പോമാണെന്ന് മിസ് പറഞ്ഞു. പേജ് നമ്പർ 22 എബൌട്ട് ദ പോം എന്ന് കിടപ്പുണ്ട്. അത് നല്ലപോലെ വായിച്ചു നോക്കിക്കോണം. ഹ്യൂമൻ ബീയിങ്സ് കാരണം നമ്മുടെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫിസിക്കൽ ലെവലിലും ഇന്റേണൽ ലെവലിലും. ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്താ? എർത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊല്യൂഷൻ കാരണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? എർത്ത്, ഭൂമി എങ്ങനെയാണ് നശിക്കുന്നത്? നമുക്ക്, അതായത് ഹ്യൂമൻ ബീയിങ്സ് തമ്മിലുള്ള ആ ഒരു ഹ്യൂമനിസം എന്ന് പറയുന്ന കാര്യം, മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഫിസിക്കലിയും ഇന്റേണലിയും നമ്മൾ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്? ഹ്യൂമൻ ബീയിങ്സ്, എർത്തിനെയും നമ്മൾ സ്വയമായിട്ടും. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു ഡയറക്ട്ലി അദ്ദേഹം പറഞ്ഞു പോകുന്നില്ല ഹ്യൂമൻ ബീയിങ്സിന്റെ ഡിസ്ട്രക്ഷൻ. ഇൻഡയറക്ട്ലി അദ്ദേഹം കുറെ ഇമേജസ് വഴിയാണ് പറഞ്ഞു പോകുന്നത്. കുറെ ഡിസ്കണക്റ്റഡ് ഇമേജസ് വഴിയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവന്റെ ഫാന്റസിയിലൂടെയും ഡ്രീമിലൂടെയും അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള റിയാലിറ്റീസിലൂടെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇമേജസ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വളരെ സ്വീറ്റായിട്ടും വളരെ ബിറ്ററായിട്ടുമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇമേജസ് വളരെ നെഗറ്റീവ് ആവുന്നുണ്ട്. പിന്നെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതായത് ഭൂമി നശിച്ചു പോയാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് എന്നാണ് ആര് പറയുന്നത്? പോയിട്ട് പറയുന്നത്. അപ്പോൾ നേച്ചറും ഗ്രീനറിയും മാത്രമല്ല നമ്മളെപ്പോഴും നോക്കേണ്ടത്. ഒരു പോയറ്റിന്റെ ധർമ്മം എന്താണെന്നാണ് ഇദ്ദേഹം പറയുന്നത്? നേച്ചറും ഗ്രീനറിയും മാത്രം പുകഴ്ത്തി എഴുതിയാൽ മതിയോ? അല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി വരാൻ പോകുന്ന നൈറ്റ് മേയേഴ്സിനെ കുറിച്ചും നമ്മൾ അവിടെ പറഞ്ഞിരിക്കണം.
നൈറ്റ് മെയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ദുസ്വപ്നം. നമ്മളിനി ഫേസ് ചെയ്യാൻ പോകുന്ന ഡാർക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കണം. അതായത് ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? യാതൊരു വിധത്തിലുള്ള വാല്യൂസും ഫോളോ ചെയ്യുന്ന മനുഷ്യന്മാരുടെ ലോകം ആയിരിക്കില്ല. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ക്രൂവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അൺറൂളി ആയിട്ടുള്ള ഒരു ലോകമായിരിക്കും നമ്മളിനി ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഷോർട്ട് ആയിട്ടുള്ള വേർബൽ ഇമേജസ് വഴിയും കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാൻസേഴ്സ് ആണെല്ലാം കേട്ടോ. അപ്പം അബ്രപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള കുറെ ഇമേജസ് വഴിയാണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്. ക്രിസ്ത്യൻ റിലിജനുമായിട്ട് ബന്ധമുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കോമൺ മിത്തുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ മൊണ്ടാഷ് എന്നാണ് വിളിക്കുന്നത്. പേജ് നമ്പർ 23 ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. മൊണ്ടാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കൊളാഷ് പോലെ, അതായത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ എടുത്തൊരു കളക്ഷൻ പോലാണ്, ഒരു ഗ്രൂപ്പ് പിക്ക് പോലെ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോലെയാണ് എന്താണ് നമുക്ക് ഈ ഒരു പോത്തിനകത്ത് കാണുന്നത്. അപ്പൊ അറ്റയും മറന്നു പോകരുത് മൊണ്ടാഷ്. അതുപോലെ തന്നെ എന്താണ്, ഒരു ജഡ്ജ്മെന്റ്സും എന്ത് ചെയ്യുന്നില്ല അദ്ദേഹം. അതായത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റാൻസ വായിച്ചു പോകുമ്പോഴും നമുക്കറിയാൻ പറ്റും എന്താണ് നമ്മൾ ഓരോ കൺക്ലൂഷനിലെത്തും. അതായത് പോയിട്ട് ഇന്നതാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് ഓരോ സ്റ്റാൻസയിലും പോയിട്ട് ഓരോ കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്, നമ്മളും ഓരോ കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പിക്ചേഴ്സ് വെച്ചിട്ട്, അതായത് ഇമേജസ് വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇമേജസ് വഴിയാണ് ഇദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പം ഫസ്റ്റ് ആൻസർ നോക്കിക്കോ. ഫസ്റ്റ് ആൻസർക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെയൊക്കെ ലോകം എന്ന് പറയുന്നത് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമി സ്ലോ ആയിട്ട് ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജെന്റിൽസ് ആയി ബിനീത്ത് ദ സോയിൽ, ആ ഫസ്റ്റ് സ്റ്റാൻസയുടെ കാര്യമാണ് മിസ് പറയുന്നത്. ഓക്കെ, പറയുവാണ് നമ്മുടെ ആ ഒരു മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിലും നമ്മുടെ സോയിലിനെ റിച്ച് ആക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എങ്ങനെ നശിച്ചു പോവാണ്? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കൊണ്ടും ഫെർട്ടിലൈസർ കൊണ്ടും നശിച്ചു പോവാണ് ചെയ്യുന്നത്. സോ പറയുവാണ്, ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാന്റസിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നമ്മുടെ എർത്തിന്റെ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡെത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. ഒരിക്കലും റിയാലിറ്റിയിൽ വിശ്വസിക്കാത്ത ആളുകൾ, അതായത് എന്തോ ഒരു ഡ്രീമിൽ അല്ലെങ്കിൽ ഫാന്റസിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നമ്മുടെ എർത്ത് നശിക്കുന്നത്, സ്ലോ ആയിട്ട് നശിക്കുന്നത് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ആര് പറയുന്നത്? ഫസ്റ്റ് ആൻസർക്കകത്ത് പോയിട്ട് പറയുന്നത്. പക്ഷെ ആർക്ക് കാണാൻ സാധിക്കും? ചിൽഡ്രന്, കുട്ടികൾക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ? അവരാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എർത്തിനോട്, അതായത് ഇവിടെ ഇപ്പം ഭൂമിയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൺകറപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ്. അവരാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മെമ്പേഴ്സ്. അപ്പൊ അവര് വളരെ ഇന്നസെന്റ് ആയതുകൊണ്ട് എർത്തിന്റെ ഈ ഒരു നിലവിളി അല്ലെങ്കിൽ ഈ ഒരു സ്ലോ ഡെത്ത് അവർക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഈ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ആരെയാണ്? കുഞ്ഞുങ്ങളിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് അവർക്ക് ഒരുപാട് ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസസ് ആർക്ക് വരും? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരും. അപ്പൊ അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കരച്ചില് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എർത്തിന്റെ ഈ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഈ പൊല്യൂഷൻ വഴി അവരും എന്ത് ചെയ്യും? അവർക്കൊരിക്കലും ടോയ്സുമായിട്ടോ നമ്പേഴ്സുമായിട്ടോ അവർക്കൊരിക്കലും എഡ്യൂക്കേഷനോ പിക്ചേഴ്സുമായിട്ടോ ഒന്നും കളിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? അവരുടെ ലൈഫ് അതിന് മുന്നേ തന്നെ തീരും. അതായത് അവർക്ക് ഒരുപാട് ഇൽനെസസ് വന്നു ചേരും എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു പൊല്യൂഷൻ വഴി വന്നു ചേരും എന്നാണ് പോയിട്ട് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി. അതായത് മനുഷ്യർക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മനുഷ്യത്വം ഇല്ലാതാവുകയാണെന്നും. പക്ഷെ പീപ്പിൾ ആക്ച്വലി വോണ്ടഡ് ടു എന്താ പറയുക, എന്താണ് ഒരു റിയാലിറ്റിയിൽ നിൽക്കേണ്ട ആളുകൾക്ക് ഒരു ഫാന്റസിയിൽ ജീവിച്ചാൽ മതി. അതായത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആളുകൾക്ക് വയ്യ. സോ അവരെന്ത് ചെയ്യും? എപ്പോഴും ഡ്രീംസിൽ അല്ലെങ്കിൽ ഫാന്റസി വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് പറയുവാണ്, ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രസന്റ് കണ്ടീഷനിലുള്ള പ്രസന്റ് ലൈഫ്, പ്രസന്റ് എർത്തിലുള്ള ഡിപ്രസിംഗ് ആയിട്ടുള്ള റിയാലിറ്റിയെ കുറിച്ച് പറയുകയാണ്. അപ്പം ആളുകൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി അല്ലെങ്കിൽ ലവേഴ്സ് എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള റൊമാൻറ്റിക് ലൈഫിൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഡ്രീംസിൽ അങ്ങ് ഷെയർ ചെയ്ത് അവരങ്ങ് പോവുകയാണ്, ജീവിച്ചങ്ങ് പോവുകയാണ്. അവരെന്താണ്? അവർ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി എൻജോയ് ചെയ്യുന്നു അല്ലേ? അവരുടേതായിട്ടുള്ള ലോകത്ത് മാത്രം അവർ ഒതുങ്ങി പോവുകയാണ്. ആൻഡ് അവർ പറയുകയാണ്, അവർ വേറെ ലോകത്തിലോട്ടൊക്കെ കയറി പോകുന്നുള്ള ഇമേജസ് ഉണ്ട്. അതായത് അവർ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നു, പിന്നെന്താണ് അവർ സ്റ്റാർ ഡോർ തുറക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താ? അവർ റൊമാൻറ്റിക് ലവേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു ഫാന്റസി ക്രിയേറ്റഡ് വേൾഡിൽ ജീവിക്കുവാണ്. അവരൊരു ബേർഡ്സിനെ പോലെ എന്താണ് ഇങ്ങനെ പറന്ന് നടക്കുവാണെന്നാണ് പറയുന്നത്. അവര് അതായത് ഈ ഡാർക്ക്നെസിന്റെ അടുത്ത ഷോറിലോട്ട് ഡാർക്ക്നെസിന്റെ അടുത്ത ഷോറിലോട്ട് അല്ലെങ്കിൽ അടുത്ത തീരത്തോട്ട് അവരെന്ത് ചെയ്യുവാണ്? ഒരു ലാൻഡ് ഓഫ് പെർപെച്വൽ സൺഷൈനിലോട്ട് ഈ റൊമാൻറ്റിക് ലവേഴ്സ് പറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താ?
അവർ പോലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. യങ്സ്റ്റേഴ്സ് വേണം റെസ്പോൺസിബിളായിട്ട് എന്ത് ചെയ്യാൻ, ഭൂമിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. പക്ഷേ യങ്സ്റ്റേഴ്സ് ഏത് ലോകത്ത് ജീവിക്കുവാണ്? റൊമാൻറ്റിക് വേൾഡിൽ ജീവിക്കുവാണ്. അതാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ, ഈ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റിയാലിറ്റി, അതായത് ഓരോരുത്തരും ഓരോ ലോകത്ത് താമസിക്കുവാണെന്ന് പറഞ്ഞു. ഇനി ഓരോ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെയും വേദനകളുടെയും റിയാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു പില്ലിന്റെ കാര്യം പറയുന്നുണ്ട്, PILL, പില്ല്. അതായത് പേജ് നമ്പർ 20 ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് ഒരു മരുന്നിന്റെ കാര്യം, ഒരു ഗുളികയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ പില്ലെന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ ഇൽനെസ്സിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന മരുന്നിനെ ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ മെഡിസിൻസ് ഷോർട്ട് സപ്ലൈ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ പേഷ്യൻസ് തമ്മിൽ രണ്ടായിട്ട് മുറിച്ച് മരുന്ന് തിന്നുന്നതായിരിക്കാം എന്നൊക്കെ. അതായത് അത്രയധികം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും നമ്മുടെ ഹെൽത്ത് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു ഹോസ്പിറ്റൽസിന്റെ വേസ്റ്റ് കണ്ടീഷനെ കുറിച്ചൊക്കെ ആയിരിക്കും ആര് പറയുന്നത്? നമ്മുടെ പോയിട്ട് പറയുന്നത്. ഒരു പില്ല് തന്നെ 2 പേര് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കഴിക്കുവാണ്. അല്ലെങ്കിൽ എന്താണ്, മരുന്ന് കിട്ടാനില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത് കഴിക്കുവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് ബാധിച്ച് ഇങ്ങനെ പറയുവാണ്, ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുവാണ് ആളുകളുടെ, അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നും ഇല്ല എന്നായിരിക്കും ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്? ഒരു ജലാലുദ്ദീന്റെ കാറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ എയർ പൊല്യൂഷനെ കുറിച്ച് പറയുവാണ്. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ മാത്രമല്ല ക്ലൈമറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റിമറിക്കുന്നുണ്ട്. ലൈഫിനെ മാത്രമല്ല കൊല്ലുന്നത്, ക്ലൈമറ്റിനെയും മാറ്റിമറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി എത്രയും പെട്ടെന്ന് ഒരു ഡെസേർട്ടായി മാറാനുള്ള എല്ലാ ഇതും മനുഷ്യരായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതായത് മീരാബെന്റെ പീജിയൻസ് ഡിസപ്പിയർ ആവുന്നുണ്ട്. അതായത് പക്ഷികളെല്ലാം കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നുണ്ട് പൊല്യൂഷൻ കാരണം. അതുപോലെ തന്നെ ഫാക്ടറീസിലെ സ്മോക്ക് കാരണം എന്ത് പറ്റുന്നുണ്ട്, പക്ഷികളെല്ലാം കൂട്ടത്തോടെ ചത്തുപോവുകയാണ്. പിന്നെന്താണ്, ഗ്രാൻഡ് പാ അഗസ്റ്റി എന്നൊക്കെ പറയുന്നത് ഓൾഡ് പീപ്പിളിനെ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരെ, ഓൾഡ് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരു ഇമേജ് ആണ് കേട്ടോ. പിന്നെ ഫാക്ടറീസിലെ പൊല്യൂഷൻ കാരണം പക്ഷികൾ ചത്തു വീഴുന്നു, പീജിയൻസ് എല്ലാം ഡിസപ്പിയർ ആവുന്നു. പിന്നെന്താണ്, പാവയ്ക്കയിലൊക്കെ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വേംസ് വരുന്നു. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടും വേംസ് വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം പോലും വെജിറ്റബിൾസിൽ ഇല്ല. പെസ്റ്റിസൈഡ്സ് അടിച്ച് അതിനെ നശിപ്പിച്ച് വേംസും അതിനകത്ത് കയറി കിടക്കുവാണ്. എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണ്, സ്റ്റാൻസ 4 പറയുന്നുണ്ട്, 4 അല്ല സോറി, കുറേ മെറ്റഫേഴ്സ് വരുവാണ് അടുത്ത സ്റ്റാൻസയ്ക്കകത്ത്. അതായത് ദസ് അൺഅവെയർ ഓഫ് ദി ആഡ്വെന്റ് ഓഫ് ഇറ്റ്സ് വാരിയേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്റ്റാൻസ. അതായത് പേജ് നമ്പർ 20 3-ാമത്തെ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ മെറ്റഫേഴ്സ് ആണ്. അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ കുറേ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറയുവാണ്. സരോദ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ അതായത് ആർട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലോക്ക് എന്ന് പറയുന്ന സയൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ ബീയിങ്സിന്റെ അച്ചീവ്മെന്റ്സ് ആണ്. പക്ഷേ ഈ അച്ചീവ്മെന്റ്സ് എത്രയുണ്ടെന്ന് പറഞ്ഞാലും എന്താണ്, നമ്മളെല്ലാം എന്തിലോട്ട് പോവുകയാണ്, നാശത്തിലോട്ട് പോവുകയാണ്. നമ്മളെല്ലാം എന്തൊക്കെ നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണം, എല്ലാം ചെന്ന് അവസാനിക്കുന്ന ഏതിലാണ്, ഭൂമിയുടെ നാശത്തിലാണ്. അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കോണറിൽ നിന്ന്. അറ്റ്ലാന്റിസിന്റെ കാര്യം പറയുന്നുണ്ട്. അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോസ്റ്റ് വേൾഡ് ആണ്, ഒരു ഐലൻഡ് ആണ്. കാരണം അവിടുത്തെ ആളുകളുടെ അഹങ്കാരം കാരണം നശിച്ചു പോയൊരു ഐലൻഡിന്റെ പേരാണ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. ഒരു ഫിക്ഷണൽ കൺട്രിയാണ്, പ്ലേറ്റോയുടെ വർക്കിലുള്ള ഫിക്ഷണൽ കൺട്രിയാണ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അറ്റ്ലാന്റിസ് അറ്റ്ലാന്റിക് ഓഷ്യനിൽ മുങ്ങിപ്പോയെന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടുത്തെ അറ്റ്ലാന്റിസിലുള്ള ആളുകൾ ഏതൻസ് എന്നുള്ള സ്റ്റേറ്റ് പിടിച്ചടക്കാൻ പോയപ്പോൾ എന്തു പറ്റി, അവർ ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്തായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും ഹ്യൂമൻ ഇൻവെൻഷൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് അറ്റ്ലാന്റിസ് മുങ്ങിയതുപോലെ മുങ്ങത്തേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് ഹ്യൂമൻ ബീങ്സിന് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനുള്ള പണിഷ്മെന്റ് നമുക്ക് കിട്ടും. അറ്റ്ലാന്റിസ് എന്നുള്ള രാജ്യം നമ്മുടെ ഏതൻസിനെ നശിപ്പിക്കാൻ പോയതുപോലെ അറ്റ്ലാന്റിസ് നശിച്ച പോലെ തന്നെയായിരിക്കും നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ അച്ചീവ്മെന്റ്സും നശിക്കുന്നത്. പിന്നെ ഒന്നിലും അഹങ്കരിക്കരുത് എന്ന് പറയുവാണ്. ദെൻ അടുത്ത സ്റ്റാൻസ എന്ന് പറയുന്നത് ആസ് വൺ ഡ്രിങ്ക്സ് വാട്ടർ ഫ്രം ദ ഫ്രിഡ്ജ്. പേജ് നമ്പർ 20 തന്നെ അറ്റ്ലാന്റിസിന്റെ ആ ഒരു 3rd സ്റ്റാൻസയ്ക്കകത്ത് വരുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഒരുപാട് ഫ്രിഡ്ജ്, അതായത് ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജുണ്ട്. പക്ഷേ ഈ ഫ്രിഡ്ജൊക്കെ എന്തുവാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഫ്ലൂറോ കാർബൺസ് എന്നുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സ്മോക്കാണ്, CFCs ആണ് എമിറ്റ് ചെയ്യുന്നത്. ഈ CFCs എന്ത് ചെയ്യും, നമ്മുടെ ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റിനെ
ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഡെത്തിൻ്റെ ഒരു ഫെസ്റ്റിവൽ തന്നെ, അല്ലെങ്കിൽ ഡെസേർട്ടിൻ്റെ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മൾ ഹോയിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാശത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിച്ച് വെച്ചേക്കുന്നത്. ദെൻ യെറ്റ് പോയറ്റ് സീക്ക് ദ മെസ്സേജ് ഓഫ് ഡെലിവറൻസ് പുട്ടിംഗ് ദിയർ ഇയേഴ്സ്. ഇത്രയൊക്കെ ആണെങ്കിൽ പോലും, ഇത്രയൊക്കെ നശീകരണങ്ങൾ നടന്നിട്ട് പോലും ക്രിയേറ്റീവ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ പോയറ്റ്സിന് ഇതൊന്നും ആളുകളെ വോൺ ചെയ്യാൻ സമയമില്ല. അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു കവിത എഴുതാനോ ആളുകൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനോ ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് സാധിക്കുന്നില്ല. അവരെവിടാണ്? അവർ പ്രൈവറ്റ് പ്ലഷർ തേടി, അതായത് അവരവരുടെ ലവേഴ്സിൻ്റെ ബെല്ലിയിൽ, അതായത് അവരെ പ്രൈവറ്റ് പ്ലഷർ തേടി അവരെല്ലാവരും ഫിസിക്കൽ ലവ് തേടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ എന്താണ്? എമിഡ് ദ സ്റ്റോം എന്ന് പറഞ്ഞു. എമിഡ് ദ സ്റ്റോം, ആ ഒരു സ്റ്റാൻസ എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ ജനിച്ചുപോയി. അതായത് വളരെ സ്റ്റോമി ആയിട്ടുള്ള, വളരെ ക്രൂവലായിട്ടുള്ള ഒരു വേൾഡിലാണ് അവർ ജനിച്ചത്. അതായത് ഈ നമ്മുടെ ഇൻഫൻറ്റിനെ, കുഞ്ഞു പിള്ളേരെ കുറിച്ച് പറയുവാണ്. കുഞ്ഞുങ്ങളെല്ലാവരും എന്തായാലും ഈ നശിച്ച ലോകത്തോട്ടാണല്ലോ ജനിച്ചു വീഴുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? ദ ടിയേഴ്സ് ഓഫ് ദ ലോൺ ട്രാവൽ ഇൻ ദ സെമിട്രി ഇംപ്ലോർ. അതും പേജ് നമ്പർ 20 സെക്കൻഡ് ലാസ്റ്റ് ആൻസറിക്കകത്ത് വരുന്നതാണ്. അതെന്താണ് പറയുന്നത്? അഡൾട്ട്സും, അതായത് കുഞ്ഞുങ്ങളും ഒരുപോലെ ഹെൽപ്ലെസ് ആണ്, അഡൾട്ട്സും എന്താണ്, അതായത് വലിയ ആളുകളും എന്ത് ചെയ്യാണ്? ഹെൽപ്ലെസ് ആണ്. അവരും എന്ത് ചെയ്യാണ്? എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വഴികൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ ആളുകളും എന്ത് ചെയ്യാണ്? കാത്തിരിക്കുവാണ്. ദെൻ ഷാഡോസ്, അടുത്ത സ്റ്റാൻസർ, ലാസ്റ്റ് ആൻസർ, പേജ് നമ്പർ 20 ലാസ്റ്റ് ആൻസർ എന്താണ് പറയുന്നത്? ഷാഡോസ് എല്ലാം ഡിസപ്പിയർ ആയി. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ട്രീസിനൊന്നും ഇലകളില്ല. അതായത് ഷാഡോസ് എന്ന് വെച്ചാൽ ഷെയ്ഡ് ഒന്നുമില്ല. നമുക്കൊന്ന് പോയി ഒരു മരത്തിന്റെ മുകളിൽ, മരത്തിന്റെ കീഴിൽ പോയി നിൽക്കാന്ന് വെച്ചാൽ മരങ്ങളൊന്നും തന്നെ ഇല്ല. അഥവാ മരങ്ങളുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഉണങ്ങിപ്പോയി, ലീവ്സ് ഒന്നുമില്ല. കാരണം എന്താ? ആസിഡ് റെയിൻ, അല്ലെങ്കിൽ ഈ ഡെസേർട്ടിന്റെ ആ ഒരു ഡെസേർട്ടിഫിക്കേഷൻ കാരണം, ആസിഡ് റെയിൻ കാരണം എന്താണ്? മരങ്ങളൊന്നും ഇല്ല, മരങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് ഷെയ്ഡും ഇല്ല, ലീവ്സും ഇല്ലാത്തതുകൊണ്ട്. അതുമാത്രമല്ല, ഈ വുഡ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ നമ്മുടെ തന്നെ ശവക്കുഴി തോണ്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ശവപ്പെട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ അവസാനം ശവപ്പെട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ തന്നെ ട്രീസിനെ വെട്ടിക്കളഞ്ഞു, നമ്മൾ തന്നെ ട്രീസിനെ ഇങ്ങനെ ഉരുക്കി കളഞ്ഞിട്ട്, ഉണക്കി കളഞ്ഞിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? അത് വെച്ച് തന്നെ നമ്മൾ പെട്ടി ഉണ്ടാക്കുവാണ് മരിക്കാൻ നേരത്ത്. അടുത്ത സ്റ്റാൻസ 8, കർഫ്യൂ ഓൺ ലവ് എന്നുള്ള നെക്സ്റ്റ് പേജിലെ സ്റ്റാൻസ, പേജ് നമ്പർ 21 ഫസ്റ്റ് സ്റ്റാൻസ. എല്ലാ തരത്തിലുള്ള ലവും റെസ്പെക്റ്റും ട്രൂവും എല്ലാം എന്ത് ചെയ്യാണ്? ഡിസ്ട്രോയിഡ് ആയി പോയിരിക്കുവാണ്. ഒരു ഷെയറിങ്ങും ഇല്ല, ഒരു അഫെക്ഷനും ഇല്ല, ഒരു ട്രസ്റ്റും ഇല്ല നമുക്കിടയിൽ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഹോളി യൂക്കാരിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് സപ്പർ ഉണ്ടല്ലോ യേശുവിൻ്റെ, ജീസസിൻ്റെ. ആ ലാസ്റ്റ് സപ്പറിനകത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ ഫുഡ് എന്ത് ചെയ്യണം? എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണ്, 12 ഡിസൈപ്പിൾസിനും, അല്ലേ? അതെന്തിനാണ് കാണിക്കുന്നത്? ലവും റെസ്പെക്റ്റും ഷെയറിങ് മെൻറ്റാലിറ്റിയൊക്കെയാണ് കാണിക്കുന്നത്, ട്രസ്റ്റും ഒക്കെയാണ് കാണിക്കുന്നത്. സോ ആ ഒരു ഹോളി യൂക്കാരിസ്റ്റ്, അതായത് ആ ഒരു ഹോളിനെസ് ഒന്നും നമുക്കിടയിൽ ഇപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീസസ് കാണിച്ചു തന്ന ആ ഒരു ലവിൻ്റെ പാത്ത്, ഒരു കെയറിൻ്റെ ആ ഒരു പാത്തൊന്നും നമ്മളിപ്പം ഫോളോ ചെയ്യുന്നില്ല. അതായത് റിലിജൻ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സൊളേസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. നമ്മുടെ ഗോഡ്സ് തന്ന പോലെ, അല്ലെങ്കിൽ ഗോഡ്സ് പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അതാണ് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള ഷെയറിങ്ങും അഫെക്ഷനും ട്രസ്റ്റും എല്ലാം വളരെയധികം പന്ന ആളുകൾ, അതായത് കെമിക്കൽ വോറും ബയോളജിക്കൽ വോറും നടത്തുന്ന ആളുകളെല്ലാം ഈ ഒരു ട്രസ്റ്റിനെ, അല്ലെങ്കിൽ ഈ ഒരു യൂണിയനെ എന്ത് ചെയ്യാണ്? നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ് യൂസ് ചെയ്ത്, ബയോളജിക്കൽ വെപ്പൺ എന്ന് വെച്ചാൽ കൊറോണ ചൈനയുടെ ഒരു ബയോളജിക്കൽ വെപ്പണാണ്. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ വെപ്പൺസ് അല്ലെങ്കിൽ ബയോളജിക്കൽ വെപ്പൺസ് വെച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസ്പെക്റ്റും ലവും കെയറിങ്ങും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫിസിക്കൽ വാർഫെയർ വഴിയും, അതായത് ആളുകളെ ഉപദ്രവിച്ചും ആളുകളെ കൊന്നും, ബയോളജിക്കൽ വെപ്പൺസ്, അതായത് അസുഖത്തിൻ്റെ പേരും പറഞ്ഞു, അല്ലെങ്കിൽ അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്തും ആളുകൾ എന്ത് ചെയ്യുവാണ്? ആളുകൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് സ്റ്റാൻസ 9. ഇപ്പോൾ ഡിസ്ട്രക്ഷൻ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡിസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ ആളുകളുടെ ഫേസിൽ. അതായത് അവർ നോക്കുന്നിടത്തെല്ലാം എന്താണ്? നാശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു റെഫ്യൂജിന് വേണ്ടി, അതായത് സമാധാനം കിട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുവാണ്. അതുകൊണ്ട് ഇവർ ബാഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് ഇവർ പരക്കം പാഞ്ഞ് ചെന്നെത്തുന്നത്. അതായത് നമ്മളിപ്പം എക്സ്ട്രീമായിട്ട് റിലീജനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പോയി ഫോളോ ചെയ്യുന്നുണ്ട്. എക്സസീവായിട്ട് റിലീജനെ ഫോളോ ചെയ്യുന്നത്, അതായത് മതഭ്രാന്ത് പിടിച്ച ആളുകൾ നടക്കുവാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ സമാധാനമോ സന്തോഷം വേണമല്ലോ. അപ്പോൾ ആളുകൾ എവിടെയാണ് പോയി സമാധാനം കണ്ടുപിടിക്കുന്നത്? ഇൻ എക്സ്ട്രീം അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഒരു റിലിജനിലായിട്ട്, അല്ലെങ്കിൽ റിലീജിയസ് കസ്റ്റംസിലോട്ടാണ് ഇവരെല്ലാവരും പോകുന്നത്. അതായത് ഓരോ എന്താ പറയുക, ഈ
മന്ത്രവാദത്തിലോട്ടും സൂപ്പർസ്റ്റിഷൻസിലോട്ടും ഒക്കെ ആളുകൾ പോവുകയാണ്. ഈ ഗോഡ് മാൻ ഉണ്ടല്ലോ, ഗോഡ് മാൻ, അതായത് ഈ എന്താ പറയുക, ആൾ ദൈവങ്ങളുടെ അടുത്തോട്ടൊക്കെ ആര് പോവുകയാണ്, നമ്മുടെ ആളുകൾ പോവുകയാണ്. അതായത് എന്താണ് റിയൽ, എന്താണ് ട്രൂ എന്നുള്ളത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. റിയാലിറ്റി ഏതാണെന്നൊന്നും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോ ആളുകൾ എന്ത് ചെയ്യാണ്, ട്രീ പ്രീസ്റ്റിൻ്റെ അടുത്തോട്ടും പിൽഗ്രിംസ് എന്താണ് ആനിമൽ ചാരിയറ്റ്സിൻ്റെ അടുത്തോട്ടും എല്ലാം ചുമ്മാ പോവുകയാണ്. അത് മാത്രമല്ല അവരെ നമ്മുടെ ആ യൂത്ത് ആയിട്ട് യങ് ആയിട്ടുള്ള ആളുകൾ ഓരോ അതായത് പ്ലേസ് ടു പ്ലേസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഒരു സ്ഥലത്തും ഇങ്ങനെ സ്റ്റേ ചെയ്യാതെ. ആളുകൾ എല്ലാവരും ഡിലൂഷനായി മാറിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അവർ തന്നെ എന്ത് ചെയ്യാണ്, അതായത് ഞാൻ ദൈവത്തിന്റെ ആളാണ് അല്ലെങ്കിൽ ആൾ ദൈവമാണെന്നും പറഞ്ഞ് സ്വന്തമായിട്ട് ആശ്രമം കെട്ടി ഡിക്ലെയർ ചെയ്തങ്ങ് നടക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റിനുമുള്ളത് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റ് പറയുന്നത്. അതായത് ആന്റി ക്രൈസ്റ്റ് പോലെയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റിനും ഉള്ളത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് എന്താണ് പറയുന്നത്, ആന്റി ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ. നെക്സ്റ്റ് ദ ലേയേഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലേയേഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ മറുവശത്ത് എന്ത് ചെയ്യും, അതിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരു സാപ്ലിംഗ് നട്ടെന്നിരിക്കട്ടെ, മറുവശത്ത് നമ്മൾ അതിന് വെള്ളം ഒഴിക്കുന്നുണ്ടോ, അതിനെ വളരാൻ സമ്മതിക്കുന്നുണ്ടോ, ഇല്ല. നമ്മൾ മറുവശത്ത് പിന്നെ അതിനെ എന്ത് ചെയ്യുകയാണ്, കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഇങ്ങനെയുള്ള ഡിസ്ട്രക്ഷനാണ് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ഭൂമിയെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിക്ക് ഇപ്പോൾ ഒരുപാട് ഡെഡ് ബോഡീസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റ് പറയുന്നത്. ദെൻ ഫ്രം എമംഗ് സൺറൈസ്, ആ ഒരു സ്റ്റാൻസ. അപ്പോൾ അതായത് ഇപ്പം സൂര്യൻ എന്താണ്, ഷൈൻ ചെയ്യാൻ വേണ്ടി ഉദിക്കുന്നില്ല. അതായത് ഗ്രീൻ മൗണ്ടൻസിന്റെ ഇടയിൽ നിന്നും, പണ്ടെങ്ങനെയായിരുന്നു സൂര്യൻ വരുന്ന പറയുന്ന മലയുടെ ഇടുക്കിൽ നിന്ന് സൂര്യൻ വന്ന് പൊങ്ങുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബ്യൂട്ടിഫുൾ വാലീസ് ഒന്നുമില്ല, അതായത് റിവേഴ്സ് ഒന്നുമില്ല, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡോസ് ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, തലയോട്ടികൾ മാത്രമേ ഉള്ളൂ, അതായത് ഡെഡ് ബോഡീസ് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ മാത്രമേ ഹാപ്പൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ആ ഒരു ഷൈനിങ് ആയിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് സൂര്യന് പണ്ടത്തെ അത്ര ഒരു ബ്യൂട്ടി ഇല്ല, ആ ബ്യൂട്ടി ഓഫ് ലൈഫ് ഉണ്ടല്ലോ, ബ്യൂട്ടി ഓഫ് നേച്ചർ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡെസേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇനി യാതൊരു വിധത്തിലുള്ള ഫെർട്ടിലിറ്റി കാണത്തില്ല, അതായത് യാതൊരു വിധത്തിലുള്ള ഗ്രോത്തുകൾ ഭൂമിയിൽ കാണില്ല. മനുഷ്യരുടെ ഇടയിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും നേച്ചർ ഇനി ഒരിക്കലും പഴയ പോലെ തിരിച്ചു വരാൻ സാധിക്കില്ലെന്നാണ് ആര് പറയുന്ന പോയിട്ട് പറയുന്നത്. ദ 7 ലീവ്സ് എന്ന് പറയുന്ന സ്റ്റാൻസ, ആ ഒരു ലൈൻ 7 ലീവ്സിന്റെ എന്താണ് കാണിക്കുന്നത്, ഒരു റീജനറേഷനെ കാണിക്കുവാണ്, അതായത് വേറൊരു റീഗ്രോത്തിനെ കാണിക്കുവാണ്. അതായത് റീഗ്രോത്ത് ഒന്നും ഒരു സാധ്യമേ അല്ല, ഇമ്പോസിബിൾ ആണ് എന്ന് പറയുവാണ്. എർത്ത് എന്താണ്, അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഒരു റീജനറേഷൻ അല്ലെങ്കിൽ റീഗ്രോത്ത് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഐറോണിക്കലി പോയിട്ട് പറയുവാണ്, കളിയാക്കുന്ന പോലെ പോയിട്ട് പറയുവാണ് എന്താണ്, ഇനി അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ, എർത്ത് പഴയ പോലെ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പൊഴിഞ്ഞു പോയ ലീഫെല്ലാം തന്നെത്താനെ ട്രീസിലോട്ട് പോയി അറ്റാച്ച് ചെയ്യണം. അല്ലെങ്കിൽ അമ്മയുടെ മാറിൽ നിന്ന് പോയ പാല്, അതായത് നമ്മൾ കുടിച്ച പാല് തിരിച്ച് ചെന്ന് അത് ഫില്ല് ചെയ്യണം. അതായത് ഈ ഒരു പവർഫുൾ ഇമേജസ് എന്തുവാണ് പറയുന്നത്, നമുക്കൊരിക്കലും നമ്മുടെ ഈ ഒരു അത്യാഗ്രഹം മൂലമാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടതെന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. നമുക്ക് ഈ ഒരു നാഷണൽ ട്രഷേഴ്സ്, അതായത് അമ്മയുടെ പാലാണെങ്കിലും, അതായത് അമ്മയോടുള്ള സ്നേഹമാണെങ്കിലും, ഹ്യൂമാനിറ്റിയോടുള്ള സ്നേഹമാണെങ്കിലും, പരസ്പരമായിട്ടുള്ള വിശ്വാസമാണെങ്കിലും ആളുകൾക്കിടയിൽ ഇല്ല. അതുപോലെ തന്നെ ഭൂമിയെ നശിപ്പിക്കുന്നതിനാണെങ്കിൽ ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചെയ്തു പോയ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റാത്തത്ര സ്റ്റേജിലായിപ്പോയി. നമുക്ക് ഇനി ആ ഒരു സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഭൂമിക്ക് ഒരിക്കലും പഴയ പോലെ ആവാനോ മനുഷ്യർക്കൊരിക്കലും ജീവിതങ്ങൾ പഴയ പോലെ ആക്കാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണം എന്നാ പോയിട്ട് പറഞ്ഞ്, എന്തുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് പറയുന്നത്, ഈസ് ആക്ച്വലി ഇൻഡയറക്ട്ലി സെയിങ്, എന്താണ് പറയുന്നത്, അഡ്വൈസിങ് എസ് ടു പ്രൊട്ടക്ട് അവർ പ്ലാനറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ദെൻ ഗുഡ് ഫ്രൈഡേയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഗുഡ് ഫ്രൈഡേ ഇവിടെ പറയുവാണ് ജീസസ് ക്രൈസ്റ്റ് എന്താണ് ആ ഒരു ക്രൂസിഫിക്ഷൻ അറിയാമല്ലോ, മറ്റേ കുരിശിൽ തറഞ്ഞ ആ ദിവസത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹം. ആ ഒരു ഡേ, ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ഡേ അതിനു വേണ്ടിയാണ് റിമെമ്പർ ചെയ്യുന്നത് നമ്മൾ. അദ്ദേഹം ക്രൂസിഫൈ ചെയ്തേക്കുന്ന ആ ഒരു ഡേ. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റിങ്ങിലൂടെയും വിഷമിച്ചും, അതായത് ആ ഒരു സെൽഫ് സാക്രിഫൈസ് നമുക്ക് വേണ്ടിയാണ് ജീസസ് സെൽഫ് സാക്രിഫൈസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് നമ്മൾ എന്ത് ചെയ്യണം, റിമെമ്പർ ചെയ്യണം, നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്, ആ ഒരു എന്തുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേയുടെ ഇമേജ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ ആ ഒരു ക്രൂസിഫിക്ഷൻ അല്ലെങ്കിൽ സെൽഫ് സാക്രിഫൈസിന്റെ ഇമേജ് എന്തിനാണ് കൊണ്ടുവരുന്നത്, എർത്തിന്റെ കില്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ജീസസ് ക്രൈസ്റ്റിനെ നമ്മൾ കുരിശിലേറ്റിയത് പോലെ തന്നെയാണ് നമ്മൾ എർത്തിനെ കൊല്ലുന്നത്. അതായത് എർത്ത് സ്വയം എന്ത് ചെയ്യാണ്, സെൽഫ് സാക്രിഫൈസ് ചെയ്യുവാണ്. നമ്മൾ ഓരോ
ക്രൂരതകൾ ചെയ്യുമ്പോഴും അതിനെ ഉപദ്രവിക്കാൻ പോകുമ്പോഴും നേച്ചറെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുമ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. അതായത് ദൈവം നമുക്ക് വേണ്ടി മരിച്ചപ്പോഴും, ജീസസ് നമുക്ക് വേണ്ടി മരിച്ചപ്പോഴും നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ അതിനെ വിഷമത്തോടുകൂടി പോലും ഓർക്കുന്നില്ല ഇപ്പം. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എർത്തിൻ്റെ അടുത്ത്, ഭൂമിയുടെ അടുത്ത് നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഭൂമിയെയും ഇതുപോലെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റിനെ നമ്മൾ കൊന്ന പോലെ, അതായത് കൊന്നതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി സെൽഫ് സാക്രിഫൈസ് ചെയ്ത പോലെ ഭൂമിയും നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, സാക്രിഫൈസ് ഒരുപാട് നടത്തി. പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിയലൈസ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഒരിക്കലും ഒരു പീസ്ഫുൾ സ്ലീപ്പ്, നമുക്കിനി ഒരിക്കലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടത്തില്ലെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റ് പറയുന്നത് ഈ ഒരു പോയത്തിലൂടെ. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഇമേജസിൻ്റെ കാര്യം, ഒരുവിധം ഇമേജസ് ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജറിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയിറ്റ്. ഇമേജറി എന്ന് വെച്ചാൽ ഇമേജസിലൂടെ, അതായത് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഇമേജസിലൂടെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് മൊണ്ടാഷ് എന്ന് മിസ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇമേജസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഡ്രീം ലൈക്ക് ഇമേജസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രോക്കൺ ഇമേജസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പിരിച്വൽ മീനിങ് ഉള്ള ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെ, ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ, റിലിജന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇമേജ് ഓഫ് ദ ഡെസേർട്ട് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇമേജ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, എൻവയോൺമെന്റ് മാറിക്കൊണ്ടിരിക്കുവാണ്, ഒരു ഡെസേർട്ടായി മാറിക്കൊണ്ടിരിക്കുവാണ്. പീപ്പിൾ എന്താണ്, ആളുകളെല്ലാവരും എന്താണ്, മദർ എർത്തിന്റെ ആ ഒരു വിഷമത്തിനെ ആരും മനസ്സിലാക്കുന്നില്ല. ആളുകളെല്ലാവരും എന്താണ്, പൈസ വെച്ചോ അല്ലെങ്കിൽ നേച്ചറിനെ എന്ത് ചെയ്യാണ്, ഡിസ്ട്രോയ് ചെയ്യാനുള്ള തിരക്കിലാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് ഡിസ്ട്രക്ഷൻ ചെയ്തതൊന്നും ഇവർക്ക് കാണാനേ സാധിക്കുന്നില്ല. കാരണം എന്താ, കുഞ്ഞുങ്ങളെ പോലും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലവേഴ്സ് ആണെങ്കിൽ എന്താണ്, അവരുടെ ആ ഒരു റൊമാൻറ്റിക് വേൾഡിൽ ജീവിച്ചു പോവാണ്. അവരും ഡൂം ആൻഡ് ഡിസ്ട്രക്ഷനിലോട്ട് പോവാണ്. പിന്നെ ജലാലുദ്ദീന്റെ കാറ്, പില്ലിന്റെ കാര്യം, ഗുളികയുടെ കാര്യം, ഡെഡ് പീജിയൻസ് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. കാറിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ, ഫാക്ടറീസിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ, പിന്നെന്താണ്, മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ എന്താണ്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെ കാണിക്കുന്ന കാര്യമാണ് കേട്ടോ. പിന്നെന്താണ് അടുത്തതെന്ന് പറയുന്നത്, ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നു. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, CFCs റിലീസ് ചെയ്യുന്നതാണ്. CFCs ഓസോൺ ലെയറിൽ എന്താണ്, ഗ്യാപ്സ് ഉണ്ടാക്കുന്നതാണ്. സോ അതുവഴി വീണ്ടും എന്താണ്, നമ്മുടെ ഭൂമി നശിക്കുകയാണ് ചെയ്യുന്നത്. അത് പറയുക. പിന്നെന്താണ് പറയുന്നത്, ഷാഡോസിന്റെ കാര്യം പറയുന്നുണ്ട്. ട്രീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷാഡോസ് ഇല്ല, അതായത് ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷെയ്ഡും നമുക്കില്ല. പിന്നെന്താണ്, നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു കോഫിൻ ഉണ്ടാക്കുവാണ് ഈ ഒരു ട്രീസിൽ നിന്ന് എന്നാണ് പറയുന്നത്. പിന്നെ ഡെസേർട്ട് എന്ന് പറയുന്നത് ആളുകളുടെ മൈൻഡിലും മരുഭൂമിയായി മാറുകയാണെന്നാണ്. അതായത് യാതൊരു വിധത്തിലുള്ള ഇമോഷൻസും ഇല്ല. പിന്നെ ഒരു റോക്കറ്റിന്റെ ഇമേജ് പറയുന്നുണ്ട്, ഹോളി യൂക്കാരിസ്റ്റിന്റെ ഇമേജ് പറയുന്നുണ്ട്. അതായത് മിസ് പറഞ്ഞല്ലോ, ആളുകൾക്കിടയിൽ എന്താണ്, സ്നേഹവും ലവും ട്രസ്റ്റും ഇല്ല. അതായത് ഹോളി യൂക്കാരിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ലാസ്റ്റ് സപ്പർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അദ്ദേഹം എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഫുഡ് വീതിച്ചു കൊടുത്തു. അതെന്തിനാ കാണിച്ചത്, നമുക്ക് ചുറ്റിനും റെസ്പെക്ട് വേണം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വേണമെന്ന് കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ അത് ഇപ്പൊ അങ്ങനെ അല്ല വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഒന്നുമില്ല, ലവ് ഒന്നുമില്ല, കെയർ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ആ കൈൻഡ്നെസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഇറലവൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ആക്ടിവിറ്റീസ് ആണ്. അതായത് എന്താ പറയുക, ഓരോ കള്ള സന്യാസിമാരുടെ അടുത്ത് നമ്മൾ പോകുന്നു. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ട് റിലീജിയസ് ബിലീഫ്സ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്, ഈ ഒരു റിലിജന്റെ ഫെയിലറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം പിന്നെന്താണ് പറയുന്നത്, ഓക്കെ, എൻവയോൺമെന്റിനെ നമ്മളിങ്ങനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നു. പിന്നെ ഇലക്ഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റാൻസിക്കകത്ത്. അതായത് ആളുകൾ, പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഇലക്ഷന് വേണ്ടി കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ട് അതൊന്നും അവർ കീപ്പപ്പ് ചെയ്യുന്നില്ല. സോ ഈ ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെ കുറിച്ചുള്ള ഒരു ലമെന്റേഷനാണ്, ഒരു സാഡ് സോങ് ആണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഒരുപാട് പോയിറ്ററി ഡിവൈസസും യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതിനെക്കുറിച്ച് ഇത്രയും ഇമേജസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഓൾ.